ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു സുപ്രധാന ഘട്ടമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ മാസ് മൂവ്മെൻ്റാക്കി തീർത്തു എന്നതാണ് ഇതിൻ്റെ പ്രാധാന്യം. ഗാന്ധിജി നടത്തിയ ആദ്യത്തെ ദേശീയതലത്തിലുള്ള പ്രക്ഷോഭം എന്ന നിലയിലും ഇത് പ്രാധാന്യം അർഹിക്കുന്നു. ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ, ആനി ബസന്റ്, CR ദാസ്, മദൻ മോഹൻ മാളവ്യ തുടങ്ങിയ നേതാക്കൾ നിസ്സഹകരണത്തിൻ്റെ ആശയത്തിന് എതിരായിരുന്നു. 1920 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങുവാൻ നിശ്ചയിച്ചിരുന്നതിൻ്റെ തൊട്ടുമുമ്പ് ഓഗസ്റ്റ് 1 ബാലഗംഗാധര തിലകൻ 64-ാം വയസ്സിൽ അന്തരിച്ചത് ദേശീയ പ്രസ്ഥാനത്തിന് കനത്ത നഷ്ടമായി. 1920 സെപ്റ്റംബറിൽ കൊൽക്കത്തയിൽ ലാലാ ലജ്പത് റായിയുടെ അധ്യക്ഷതയിൽ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനം ചേർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. നിസ്സഹകരണ പ്രസ്ഥാനം വിജയിച്ചാൽ ഒരു വർഷത്തിനകം സ്വാതന്ത്ര്യം നേടാൻ കഴിയുമെന്ന ഗാന്ധിജിയുടെ വീക്ഷണത്തോട് CR ദാസ് എതിരഭിപ്രായമാണ് പുലർത്തിയത്. ആ വർഷം കോൺഗ്രസിൻ്റെ റെഗുലർ സെഷൻ ചേർന്നത് 1920 ഡിസംബറിൽ വിജയരാഘവാചാര്യയുടെ അധ്യക്ഷതയിൽ നാഗ്പൂരിലാണ്. ഇതിനിടെ CR ദാസിൻ്റെ എതിർപ്പ് അലിയുകയും അദ്ദേഹം തന്നെ നിസ്സഹകരണം സംബന്ധിച്ച പ്രധാന പ്രമേയം സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നാഗ്പൂർ സമ്മേളനം അംഗീകാരം നൽകി. കോൺഗ്രസിൻ്റെ സംഘടനാ ചട്ടക്കൂട്ടിലുണ്ടായ നിർണായകമായ മാറ്റങ്ങളെ തുടർന്ന് അതൊരു യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടിയായി മാറിയത് നാഗ്പൂർ സമ്മേളനത്തോടെയാണ്. വാസ്തവത്തിൽ മാറ്റത്തിന് നിദാനമായ ആശയങ്ങൾ മഹാത്മാഗാന്ധിയാണ് മുന്നോട്ട് വെച്ചത്. അത് ജിന്നയെ ആശയക്കുഴപ്പത്തിലാക്കുകയും തുടർന്ന് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് അകലുകയും ചെയ്തു. പിൽക്കാലത്ത് ഇന്ത്യ വിഭജനത്തിൻ്റെയും പാകിസ്ഥാൻ്റെ ഖ്വായിദി യാസമായും ജിന്ന മാറുകയും ചെയ്തതിൻ്റെ തുടക്കമായിരുന്നു അത്. പഞ്ചാബിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക, സ്വരാജ് നേടിയെടുക്കുക തുടങ്ങിയവയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങൾ. നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക, വിദേശ നിർമ്മിത വസ്തുക്കൾ ബഹിഷ്കരിക്കുക, തദ്ദേശ നിർമ്മിത സാധനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ബ്രിട്ടീഷുകാർ നൽകിയ പദവികൾ തിരിച്ചേൽപ്പിക്കുക, കോടതികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ബഹിഷ്കരിക്കുക, കൗൺസിലുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, നികുതി രഹിത സമരം നടത്തുക, മെസപ്പൊട്ടാമിയയിൽ സേവനമനുഷ്ഠിക്കാൻ സൈനികർ വിസമ്മതിക്കുക എന്നിവയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ കോൺഗ്രസ് ഉദ്ദേശിച്ചത്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കുന്നതിന് തിലക് സ്വരാജ്യ ഫണ്ട് എന്നൊരു സഹായനിധിയും സ്വരൂപിച്ചു. 6 മാസത്തിനുള്ളിൽ 1 കോടി രൂപ പിരിഞ്ഞു കിട്ടി. സ്ത്രീകൾ വലിയ ആവേശം കാണിക്കുകയും ആഭരണങ്ങൾ സംഭാവന ചെയ്യുകയും ചെയ്തു. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് രൂപം കൊണ്ട പ്രധാന ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ജാമിയ മിലിയ ഇസ്ലാമിയ, കാശി, ഗുജറാത്ത്, ബീഹാർ വിദ്യാപീഠങ്ങൾ മുതലായവ. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ച് ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശിച്ചു. ആചാര്യ നരേന്ദ്രദേവ്, ഡോക്ടർ സക്കീർ ഹുസൈൻ, ലാലാ ലജ്പത് റായ് എന്നിവർ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രഗത്ഭരായ അധ്യാപകരിൽ ചിലരായിരുന്നു. CR ദാസ്, മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയവർ അഭിഭാഷക പ്രാക്ടീസ് ഉപേക്ഷിച്ച് ദേശീയ പ്രസ്ഥാനത്തിൽ മുഴുവൻ സമയവും മുഴുകി.